നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി അല്ലെങ്കിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള തെളിവുകൾ അത് ശേഖരിക്കാൻ വേണ്ടി പോലീസ് രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീകാര്യത്തെ പൗടിക്കോണത്തെ യാഗ് എന്ന വീട്ടിലേക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചൊടുവിൽ ഒരു രാഹുൽ എന്തായാലും അറസ്റ്റിലായിരിക്കുകയാണ്. അത് രാഹുൽ ഈശ്വറാണ്. മറ്റ് 4 പ്രതികൾ കൂടിയുണ്ട്. പരാതിക്കാരി അതിജീവിതയെ അപമാനിച്ച അധിക്ഷേപിച്ച പരാതിക്കാരിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനും സന്ദീപ് വാര്യറിനും രഞ്ജിത പുളിക്കലിനും ദീപ ജോസഫിനും ഇപ്പോൾ കുരുക്കായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ അറസ്റ്റാണ് രാഹുൽ ഈശ്വറിന്റേത്. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. സുപ്രീം കോടതി അഭിഭാഷകയാണ് ദീപ ജോസഫ്. മഹിളാ മോർച്ചയുടെ പ്രതിനിധിയാണ് രഞ്ജിത പുളിക്കൻ. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇതിലെ അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിലെ ആദ്യത്തെ അറസ്റ്റ് ചെസ് നമ്പർ 1 ആണ് രാഹുൽ ഈശ്വർ. അറസ്റ്റ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. പൗടിക്കോണത്തെ രാഹുലിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ രാഹുൽ ഈശ്വർ തന്നെ നമ്മളെ കാണിച്ചു തന്ന ദൃശ്യങ്ങളിൽ ലാപ്ടോപ്പ് ആ വീട്ടിലുള്ള ഒരു സ്റ്റുഡിയോ സംവിധാനമുണ്ട്. കാരണം ഒരു ദിവസം 3-4 വീഡിയോയാണ് ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് രാഹുൽ ഈശ്വർ തന്നെ കാണിച്ചു തന്നിരുന്നു. മാധ്യമങ്ങളോട് സ്വാഭാവികമായും രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറയും. ഇന്നലെയൊക്കെ എപ്പോഴൊക്കെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ മാധ്യമങ്ങളോട് പല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഒരു പുരുഷ കമ്മീഷൻ കേരളത്തിൽ വേണ്ടത്, അതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു രാഹുൽ ഈശ്വർ. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെ മാറ്റുന്നുണ്ട്. മാധ്യമങ്ങളോട് രാഹുൽ ഈശ്വർ സംസാരിക്കുമെന്ന് പോലീസിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കൗതുകമായി തോന്നിയ കാര്യം അതാണ്. വേണമെങ്കിൽ ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാം, പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. അതായത് കുടുംബം തീരുമാനിച്ചു. അതായത് രാഹുൽ ഈശ്വർ തീരുമാനിച്ചു. താൻ ഒരു ദിവസം അവിടെ കിടക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഈശ്വറിന്റെ സ്വയം തീരുമാനമാണ്. ഇന്നാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. രാഹുലിനെ ഇപ്പോൾ പൗടിക്കോണത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം കസ്റ്റഡിയിലെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ജാമ്യമില്ലാ വകുപ്പും രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, രാഹുലിനെ പുറത്തിറക്കാത്തത് എന്താണ്? അല്പസമയം ശ്രീകാര്യം പൗടിക്കോണത്തുള്ള വീട്ടിലേക്ക് രാഹുൽ ഈശ്വറിനെ എത്തിച്ചത്. പക്ഷേ മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിക്കുമെന്ന് കണക്കാക്കി തന്നെയാണ് പോലീസ് മാധ്യമങ്ങളെ അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാഹനം എത്തിച്ച സമയത്ത് തന്നെ മാധ്യമ സംഘം അതിനോടൊപ്പം അകത്തേക്ക് കയറിയിരുന്നു. പക്ഷേ രാഹുൽ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് തടയാനെന്നോളമാണ് പോലീസ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ എല്ലാം ഈ വീട്ടിന്റെ ഗേറ്റിനെ പുറത്തേക്കാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ വീട്ടിന്റെ അകത്താണ് രാഹുൽ ഈ വീഡിയോ എല്ലാം ചിത്രീകരിച്ച സ്റ്റുഡിയോ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്ത ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വീട്ടിന്റെ അകത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ വീട്ടിന്റെ അകത്ത് വെച്ചാണ് രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടി അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ തന്നെ പകർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പകർത്താനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. കാരണം രാഹുലിനെ ഇന്ന് കസ്റ്റഡിയിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ ഹാജരാക്കുന്നതിന് മുമ്പ് എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ട ഉത്തരവാദിത്തം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ ഈ പൗടിക്കോണത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഇത് ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കണ്ടെത്തണം. ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് ആ ഒരു ലാപ്ടോപ്പാണ്. കാരണം രാഹുൽ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ പകർത്തിയ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ലാപ്ടോപ്പ് ഇവിടെ ഒളിപ്പിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ആദ്യം ഈ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് ആ പോലീസ് ലക്ഷ്യം. കാരണം മാത്രമല്ല ഈ ലാപ്ടോപ്പിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചിരിക്കുന്നതും ഇതേ ലാപ്ടോപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് രാഹുലിനെ ഈ വീട്ടിലേക്ക് രാഹുലിന്റെ ലാപ്ടോപ്പ്, മറ്റു ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ എന്നിവ കസ്റ്റഡിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് രാഹുൽ ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരി, ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി കൂടിയാണ് പോലീസ് രാഹുൽ ഈശ്വറിനെ ആ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അതീവ കരുതലോടുകൂടി തെളിവുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്.
രാഹുൽ മാങ്കുട്ടത്തിലിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയെ അപമാനിച്ചു എന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുലിനെ ഇന്ന് അല്പസമയത്തിനകം തന്നെ കോടതിയിലും ഹാജരാക്കും. BNS 75(3) അതാണ് ജാമ്യമില്ലാ വകുപ്പ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. മൊബൈലും ലാപ്ടോപ്പും ഇന്നലെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഹാജരാക്കിയിരുന്നു തോന്നുന്നു. അതിൽ ഇന്നലെ പരിശോധനയും നടത്തിയിരുന്നു. അതിന് ആദ്യം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരുന്നില്ല. ഇത് പരിശോധിച്ചതിന് ശേഷമാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പൗടിക്കോണത്തെ വീട്ടിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുകയാണ്. ലാപ്ടോപ്പ് എടുക്കാനെന്ന് രാഹുൽ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.